12ാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കയുടെ ഉഗ്രാക്രമണങ്ങൾ. ഇറാൻ-ഇറാഖ് അതിർത്തിയിൽ തുടർ മിസൈൽ വർഷം. ഹോർമുസിൽ വീണ്ടും ടാങ്കർ ആക്രമിച്ചു ഇറാൻ. ചെങ്കടലിൽ 2 സൗദി ടാങ്കറുകൾ ആക്രമിച്ച് കത്തിച്ചെന്ന് ഹൂതികൾ. ഇറാനെതിരായ പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ട്രംപുമായി പങ്കുവച്ച് മൊസാദിന്റെ പുതിയ തലവൻ. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുമ്പോൾ മറ്റൊരു നിർണായക നീക്കവുമായി അമേരിക്കയും സൗദിയും. നിർണായക ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ഭാവിയിൽ സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വഴിവെക്കുന്ന കരാറെന്ന് വിലയിരുത്തൽ. US കോൺഗ്രസിൽ എതിർപ്പുണ്ടാകാൻ സാധ്യതയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ. അനിശ്ചിതത്വങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊടുവിൽ ജനനായകൻ തിയേറ്ററുകളിൽ. ആവേശപൂർവ്വം വരവേറ്റ് വിജയി ആരാധകർ. കേരളത്തിൽ ഫാൻ ഷോ തുടങ്ങിയത് 6 മണിക്ക്. ആദ്യ പകുതിയിൽ മികച്ച പ്രതികരണം. തമിഴ്നാട്ടിൽ ആദ്യ ഷോ തുടങ്ങി. CJP പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് ശ്രമം തുടർന്ന് കേന്ദ്ര സർക്കാർ. വഴങ്ങാതെ സമരക്കാർ. ഇന്നലെ രാത്രിയും ജന്തർ മന്ദറിൽ കല്ലേറും സംഘർഷവും. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ഡൽഹി പോലീസ്. സൻസദ് മാർഗിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യമുയർത്തും. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി സർക്കാരിന്റെ പിങ്ക് ബസ് ഇന്നു മുതൽ. തുടക്കം തലസ്ഥാനത്ത്. ആദ്യ സർവീസ് തമ്പാനൂർ ടെക്നോ പാർക്ക് റൂട്ടിൽ. സർവീസ് വൈകിട്ട് 6 മുതൽ 10:45 വരെ. ശബരിമലയിലെ പുതിയ തന്ത്രിയെ തീരുമാനിക്കാനുള്ള ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. മകൻ ബ്രഹ്മദത്തിനെ നിയോഗിക്കണമെന്ന് കണ്ഠരര് രാജീവര്. മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായതിന് പിന്നാലെ ആരോഗ്യ കാരണങ്ങളാലെന്ന് വിശദീകരണം. തലമുറ മാറ്റം അംഗീകരിച്ചാൽ ബ്രഹ്മദത്തൻ ചിങ്ങപ്പുലരിയിൽ ചുമതലയേൽക്കും. ഓണം പച്ചക്കറി കൃഷിക്ക് കഴിഞ്ഞ സർക്കാർ നൽകേണ്ട സബ്സിഡി വിഹിതം ഇനിയും നൽകിയില്ല. പ്രതിസന്ധിയിലായി തിരുവനന്തപുരം ചെങ്കലിലെ കർഷകർ. കഴിഞ്ഞ സർക്കാർ കുടിശ്ശികയാക്കിയത് വാഴ ഒന്നിന് 100 രൂപ നിരക്കിലുള്ള നഷ്ടപരിഹാരം. ഹെക്ടർ കണക്കിന് പച്ചക്കറിക്കുള്ള സഹായവും കിട്ടിയില്ല. പുതിയ സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. സഹപാഠികളായ പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പിടിയിൽ. അറസ്റ്റിലായത് 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേൽ. ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾ.